തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിങ്കൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകി തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കരയിറ്റുന്നു. ഈ സന്ധ്യയിങ്കൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും വീട് വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ഒരു പകൽ മുഴുവൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സൂക്ഷിച്ചു പരിപാലിച്ചു. ദൈവത്തിൻ്റെ ദയ നിരന്തരമായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ കരുതലിനായി, ദൈവത്തിൻ്റെ എല്ലാ സൂക്ഷിപ്പുകൾക്കായിട്ടൊക്കെ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർമാനമായി നാം ധ്യാനിച്ചു വരുന്ന വേദഭാഗത്തിലേക്ക് വേഗത്തിൽ നമ്മൾ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം. ആമേൻ, സ്തോത്രം. അതിൻ്റെ 11 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ഇടയായി തീർന്നത്. 2-ാം അധ്യായത്തിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടക്കന്മാർ, ആമേൻ, സ്തോത്രം, അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹികൾ, ഈ വിധത്തിലുള്ള പല വിഷയങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. വ്യാജത്തിന്റെ ആത്മാവ്, ദൈവാത്മാവിന്റെ അല്ലാത്ത കർത്തൃത്വങ്ങൾ, ദൈവാത്മാവിന്റെ അല്ലാത്ത നിയന്ത്രണങ്ങൾ, പൈശാചികമായ ഭോഷ്കിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് ആ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ശുശ്രൂഷകന്മാർ ഉണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. ഇത് വല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് ശരിയേത് തെറ്റേതെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. വെളിച്ചപ്പാടിന്റെ വേഷം കിട്ടുന്നവരുണ്ട്. സ്തോത്രം. വിശ്വാസിയാണേലും അവിശ്വാസിയാണേലും എല്ലാവരും ചെന്നായുടെ വേഷം, അല്ലെങ്കിൽ സ്തോത്രം കുഞ്ഞാടിന്റെ വേഷം ധരിക്കുന്ന വേഷധാരികൾ, ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. വളരെ പ്രയാസമാണ് വിശുദ്ധി അശുദ്ധി തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് അകത്തൂന്ന് സഭയെ തകർക്കുക എന്നുള്ളത്. വളരേണ്ട, ഒരുക്കപ്പെടേണ്ട പലതിനെയും വ്യാജാത്മാവിനാൽ വചനം പറഞ്ഞും സ്തോത്രം മനുഷ്യർക്ക് ഇഷ്ടമുള്ള, മനുഷ്യർക്ക് സന്തോഷം വരുന്ന, സത്യം തിരിച്ചറിഞ്ഞിട്ടും വാസ്തവം മനസ്സിലാക്കിയിട്ടും അതിനെ മാറ്റിവെച്ചിട്ട് ന്യായവിധിയില്ല, നരകമില്ല, പാപം ചെയ്താലും കുഴപ്പമില്ല, സ്തോത്രം, ദൈവിക ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യന് സന്തോഷിക്കത്തക്ക രീതിയിലുള്ള വിധത്തിൽ ശുശ്രൂഷകൾ ചെയ്ത് ആ വിധത്തിൽ ഒരു കൂട്ടം ജനത്തെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലേഖനങ്ങളിലൂടെയൊക്കെ നാം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നാം വളരെ പ്രാർത്ഥിക്കുക. ഈ വിധത്തിലുള്ള ഒരു വ്യക്തികളുമായി നമ്മുടെ സഭകൾ, തലമുറകൾ, വ്യക്തികൾ കണക്റ്റഡ് ആകരുത്. ഇതിപ്പോ 3-ാമത്തെ ആഴ്ചയാണ്, 4-ാമത്തെ ആഴ്ചയാണ് ഈ ഭാഗം പറയുന്നത്. അവിടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം, നമ്മൾ ആരും ബന്ധിക്കപ്പെട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ ആ വിധത്തിൽ സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷിക്കുന്ന, പ്രവർത്തിക്കുന്ന അവര് സ്തോത്രം ഒരു ലെവല് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കുറ്റബോധമില്ല. ചെയ്ത് തെറ്റാണെന്നോ ദൈവം ന്യായം വിധിക്കുമെന്നോ അതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവരുടേതായ നിലകളിൽ ഇതിനെ അങ്ങ് കൊണ്ടുപോവുകയാണ്. പക്ഷെങ്കിൽ ന്യായവിധി അവർ കൊണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർപ്പിച്ചത്. ഒന്ന് നോഹയുടെ കാലഘട്ടത്തിലെ ന്യായവിധി, ദൂതന്മാരെ ന്യായം വിധിച്ചത്, സോദോം ഗോമോറെ ന്യായം, ഈ 3 ന്യായവിധികൾ ഇതുമായി കണക്ട് ചെയ്ത് പത്രോസ് അപ്പോസ്തലനിലൂടെ നമുക്കത് ഗ്രഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇതെല്ലാം ന്യായവിധിയുടെ മുൻപിൽ കണക്ക് പറയേണ്ടതാണ്. സ്വയം നശിച്ചു പോകുന്ന മേഖലകളാണെന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ വിഷയത്തിനകത്ത് വെള്ളം ചേർക്കരുത്, ആത്മീയ വിഷയത്തിനകത്ത് അഭിനയിക്കരുത്, ഇല്ലാത്ത കൃപയുണ്ടെന്ന് കാണിക്കരുത്, ഇല്ലാത്ത ശുശ്രൂഷ ഉണ്ടെന്ന് വെളിപ്പെടുത്തരുത്. വളരെ പ്രാർത്ഥനയോടെ ദൈവം ഏൽപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ, ദൈവം പകരുന്നത് മാത്രമേ നമ്മൾ പകരാവൂ. സ്തോത്രം. അല്പമാണേലും അധികമാണേലും ദൈവം ഏൽപ്പിക്കാത്ത, ദൈവം അനുവദിക്കാത്ത, ദൈവ നിയോഗമില്ലാത്ത ഒരു ശുശ്രൂഷയ്ക്കും ഒരു ആത്മീയ വിഷയത്തിനകത്ത് നമ്മൾ കൈ കൊടുക്കരുത്. അത് വളരെ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്നുള്ള കാര്യം ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഞാൻ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ഭാഗത്തോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമുക്ക് അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ജാത്യ പിടിപെട്ടു നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട്
സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. അമ്മ സ്തോത്രം. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ എണ്ണി അവരുടെ പാപങ്ങളെ പറ്റി വിവരിക്കുന്ന ഭാഗങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാതീയ പിടിപെട്ട് നശിപ്പിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവരറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകുന്നു. അമിസ്തോത്രം ഇവരെ ഈ നശിപ്പിച്ച് കളയുന്ന മൃഗങ്ങളെയൊക്കെ തുല്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ മൃഗങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം കാട്ടുപന്നിക്ക് അമിസ്തോത്രം പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അമിസ്തോ പാമ്പ് പിടിച്ചോ കൃഷി ചെയ്തതാണ്, കപ്പയാണ്, ചേനയാണ്, മാങ്ങയാണ്, ഇതൊന്നും അവർക്ക് ഒരു ചിന്തയില്ല. അവരുടെ ആഗ്രഹം നടക്കണം. അവരിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാം ഉഴുതും പറിച്ച് കളഞ്ഞ് അവർക്ക് കപ്പക്കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോവും. അത് ആരെങ്കിലും അധ്വാനിച്ചതാണെന്നോ കഷ്ടപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അത് ഈ ഇത്രയും കൃഷിയൊക്കെ ചെയ്തത് ഇതിന്റെ പിമ്പിൽ അധ്വാനം, ഇതൊന്നും ഇവർക്ക് ഇതിനെപ്പറ്റി അവർക്ക് അവരുടെ കാര്യം നടക്കണം. ആ അർത്ഥത്തിലാണ് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെല്ലാം എന്ത് ചെയ്യണം? അവരുടെ കാര്യം നടക്കണം. നശിച്ചാലും കുഴപ്പമില്ല, തകർന്നാലും കുഴപ്പമില്ല, കള്ളപ്രവചനം പറഞ്ഞാലും അമിഷ്ടം തെറ്റായ രീതി പഠിപ്പിച്ചാലും അവർക്ക് ജീവിക്കണം. അവർക്ക് അവരുടെ കയ്യിലിരിക്കുന്നത് പോക്കറ്റിലോട്ട് വരണം. ആ വിധത്തിൽ ഒരു പരമാർത്ഥതയോ ആത്മാർത്ഥതയോ ആത്മഭാരമോ ഇല്ലാതെ സ്തോത്രം ദേഹികളെ വശീകരിച്ച് കളയുന്ന, ഇങ്ങനെ അവരുടെ ഇരകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഈ കാര്യമൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങൾ എന്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. യാതൊരു ആത്മാർത്ഥതയില്ലാത്ത അമിസ്തോത്രം പണത്തിന് വേണ്ടി മാത്രം ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണുവാനും അറിയുവാനുമായിട്ടൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ സ്തോത്രം ശ്രദ്ധിച്ചാട്ട് ഇവര് സ്തോത്രം ഹല്ലേലൂയ സത്യം അവർക്ക് അറിയാമെങ്കിലും അതിന് ത്യജിച്ചു കളഞ്ഞതാണ്, അത് വേണ്ടെന്ന് വെച്ചതാണ്. അവരുടേതായ കാര്യാദികൾ നടക്കാൻ, അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കത്തക്ക രീതിയിൽ അവർ മറ്റൊരു നിലയിലാണ് ആ ശുശ്രൂഷകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകുവാനായിട്ടിടയായി തീർന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം, ഇവർക്ക് ദൈവ നിയോഗം, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ നടത്തിപ്പ്, പൗലോസ് പറഞ്ഞ പോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുന്നു. ഈ പരിപാടി ഒന്നും ഇവർക്കില്ല. കാരണം എത്ര കഴിവുള്ളവനാണേലും, എത്ര വാക്ചാതുര്യമുള്ളവരാണേലും, എത്ര നോളജ് ഉള്ളവരാണെങ്കിലും ഇവരുടെ മുൻപിൽ വചനം അടഞ്ഞിരിക്കുകയാണ്. ഇത് വെളിപ്പെട്ട് കിട്ടേണ്ടതാണ്, ഇത് പരിശുദ്ധാത്മാവ് നൽകി തരേണ്ടതാണ്. സ്തോത്രം. ഇത് ഈ പറയുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കത്തില്ല. അവർ സ്വന്തം വിവേകത്തിലൂന്നി സ്വന്തം ദർശനങ്ങളെ കണ്ട് അവരുടേതായ നിലകളിൽ വചനം പറഞ്ഞും വചനം പ്രസംഗിച്ചും പോവുകയാണ്. പക്ഷെ ഇതൊന്നും കർത്താവ് കൊടുത്തതോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതോ അല്ല. സ്തോത്രം. അതുകൊണ്ട് പറയാൻ ഇവർക്ക് ദൈവത്തിന്റെ ഉപദേശം, ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഇവർക്കില്ല. അവർക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ ഉപദേശത്തെ കൈക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവർക്ക് പറ്റത്തില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റ് മറ്റൊരു തലത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവർക്കിത് ഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ 3-4 ആഴ്ചയായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരും ബന്ധിക്കപ്പെട്ടു പോകരുത്. നമ്മൾ ആരും ദൈവഹിതമല്ലാത്ത വ്യക്തികളുമായി ശുശ്രൂഷകന്മാരെ നമ്മൾ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ നമ്മൾ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. സ്തോത്രം. അതൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ ദൈവാത്മാവിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് വേണം കൂട്ടുകൂടാനും
ആമീൻ വിഷയം പങ്കുവെക്കാനും പ്രാർത്ഥന സ്വീകരിക്കാനും ആലോചന സ്വീകരിക്കാനും അത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ചോണം. ഇത് സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, പ്രസംഗം കേട്ടത് കൊണ്ടോ ശൈലി കേട്ടത് കൊണ്ടോ ദൂത് കേട്ടത് കൊണ്ടോ എൻ്റെ മനസ്സളകരുത്. ഞാനുമായി ആത്മീയ വർധനന് വേണ്ടി ദൈവം ഒരുക്കിയ വ്യക്തികളാണെങ്കിൽ മാത്രമേ കണക്റ്റഡ് ആകാവൂ. ഇല്ലെങ്കിൽ അത് അവിടം കൊണ്ട് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. അവിടം കൊണ്ട് അതങ്ങ് മാറണം. അല്ലെങ്കിൽ നമുക്ക് കേടുവരും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ വലഞ്ഞു പോകും. അതുകൊണ്ട് ആമേൻ സ്തോത്രം, പല ദൈവദാസന്മാര് വരും, പല ആമേൻ സ്തോത്ര ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. പക്ഷെങ്കിൽ ഒരു പ്രാർത്ഥന ദയവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ആമേൻ കർത്താവേ, എന്തെങ്കിലും പുറമേ ഉള്ളത് കണ്ടോ കേട്ടത് കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വെറുതെ ഒരു കണക്ഷൻ ഉണ്ടാക്കി പിന്നത്തതിൽ ബന്ധനമാകരുത്. നമ്മുടെ ആത്മീയ വർധനവിനും നമ്മുടെ നല്ല ഉപദേശത്തിനും ദൈവത്താൽ ഒരുക്കിയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായും അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം, അവരുമായിട്ട് സ്നേഹബന്ധം പുലർത്തണം. ആമേ, അത് വളരെ അനുഗ്രഹമാണ്. അതല്ലാത്ത വ്യക്തികളുമായി എൻ്റെ പൊന്നു കൂടപ്പുറപ്പെ കണക്റ്റഡ് ആകരുത്. താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ പക്കലിരിക്കുന്ന പല ഐറ്റംസ് ഉണ്ട്. പുറമെ നോക്കുമ്പോൾ ശുശ്രൂഷയും വിടുതലും അത്ഭുതമൊക്കെയുള്ളൂ. പക്ഷെങ്കിൽ ദൈവാത്മാവല്ലാത്തത് കൊണ്ടുള്ള അവരുടെ പല കാര്യങ്ങൾ അവിടെ വളരെ വിശുദ്ധമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമീൻ. റോമലേഖനം 8:7 കൂടെ വായിച്ചാട്ട്. റോമലേഖനം 8:7 കൂടെ ഒന്ന് വായിച്ചാട്ട്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇവർക്ക് ജഡത്തിന്റെ ചിന്തയാണ്. അവർക്ക് ഇവിടെ തിന്നണം, കുടിക്കണം, ആനന്ദിക്കണം, അടിപൊളിയായിട്ട് ജീവിക്കണം, എൻജോയ് ചെയ്യണം. ഇതാണ് അവരുടെ ആഗ്രഹം. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ആമേൻ ജഡത്തിന്റെ ചിന്ത ദൈവിക പ്രമാണത്തിൽ ഇവർക്ക് ദൈവിക നിയമത്തിന് ഇവർക്ക് കീഴടങ്ങാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ പറയുന്ന ആ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് അവരുടെ കൂലി ഓൾറെഡി അവർ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത് അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്താൽ നശിച്ചു പോകുന്നു. ആമേൻ സ്തോത്രം. നിത്യ ദണ്ഡനത്തിൽ നിത്യനാശത്തിലോട്ട് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിവിടെ വെച്ച് തന്നെ ആ കൂലി മുഴുവൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ദുരുപദേഷ്ടക്കന്മാർ, കള്ളപ്രവാചകന്മാർ, ദൈവത്താൽ എഴുന്നേൽപ്പിക്കാത്ത, ദൈവത്താൽ അയക്കപ്പെടാത്ത വ്യക്തികൾ ഒരുപാടുണ്ട്. നമുക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒറിജിനലിനേക്കാളും അടിപൊളിയാണ് ഡ്യൂപ്ലിക്കേറ്റ്, അല്ലേ? ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഉള്ളത്. നമ്മളാണെങ്കിൽ വീണ് പോകും. അമിസ്തോത്രം. നമ്മളാണെങ്കിൽ ഒരു ദൂത് ആലോചനയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതാണ് അമ്മ നമ്മൾ മറ്റേ സഹോദരി പറഞ്ഞതുപോലെ അതിന്റെ കൂടെ കടന്നു പോകുന്നവൻ ദൈവപുരുഷൻ എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? അവനൊക്കെ ഏറ്റെടുത്ത് വേണേ കട്ടിലും മെത്തയും അമ്മ നമ്മളെ മുറിയൊക്കെ അങ്ങ് കൊടുക്കും. കാരണം എന്താണ്? സ്തോത്രം. അതുകൊണ്ട് വീട് പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവദാസന്മാരെ ബഹുമാനിക്കണം, ദൈവദാസന്മാരെ സ്നേഹിക്കണം, ഇതൊക്കെ വേണം. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോൾ ദൈവാലോചന പ്രാപിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നമ്മളിനി ആ ഭാഗം ഒരു 1-2 ആഴ്ചയോട് ഇതിനകത്ത് നിൽക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ദിവസങ്ങളിലെല്ലാം എനിക്ക് ഓർപ്പിച്ചുണർത്താനുള്ളത് നിങ്ങളിത് പ്രാപിച്ചോണം. ഞാനൊക്കെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇതുപോലെ കണക്റ്റഡ് ആയതാ. അയ്യോ, എന്തോരം ഉണ്ട്. ദൈവം എങ്ങനെയോ ഈ കെട്ടെല്ലാം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നതാ. അടിമയെന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. സ്തോത്രം. നമുക്ക് ഒന്ന് അങ്ങോട്ട് ഇടത്തോട്ട് പോകണമെങ്കിൽ ആലോചന വേണം, വലത്തോട്ട് പോകണ ദൂത് വേണം. ആ പരുവത്തിലായിരുന്നു ഒരു ഉണ്ടായിരുന്നു. എന്തിനും എന്ത് വേണമായിരുന്നു. ദൈവ കരുണയുള്ളവനായതുകൊണ്ട്, വിശ്വസ്തനായതുകൊണ്ട്, കൃപയാൽ ഒരുപാട് കർത്തൃത്വങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. അതിന്റെ വായിച്ചാട്ടെ 13-ാമത്തെ വാക്യം. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് തങ്ങളുടെ സ്നേഹസദ്യകൾ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഉടയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. ആമേൻ സ്തോത്രം. ഇനിയും അവരുടെ പാപത്തിന്റെ കുറെ ലിസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ പുറമേ കാണുമ്പോൾ എന്താണ്? പാസ്റ്റർ സോ ആൻഡ് സോ, പ്രോഫറ്റ് സോ ആൻഡ് സോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതി പോലെ അപ്പോസ്റ്റൽ സോ ആൻഡ് സോ. അപ്പം ഭയങ്കര ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ഞാൻ വിധിക്കുകയല്ല കേട്ടോ.
ദൈവത്താൽ ഉപയോഗിക്കുന്നവരെ നമുക്ക് ചോദ്യം ചെയ്യാനോ നമുക്ക് അവരെ വിധിക്കാനോ വ്യവസ്ഥയില്ല. അത് മറ്റൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് സ്തോത്രം, ഞാനിങ്ങനെ അപ്പോസ്റ്റൽ അല്ലെങ്കിൽ പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ചിന്ത മാറിപ്പോകരുത്. മുൻവിധിയോടുകൂടെ ഈ ദൂത് കേൾക്കരുത്. സ്തോത്രഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിച്ച അപ്പോസ്തലന്മാരുണ്ട്, സ്വയം എഴുന്നേറ്റ അപ്പോസ്തലന്മാർ അധികമുണ്ട്. ദൈവം എഴുന്നേൽപ്പിച്ച ശുശ്രൂഷകന്മാരുണ്ട്, സ്വന്തമായിട്ട് സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ അപ്പോസ്തലന്മാർ ഒരുപാടുണ്ട്. അതിന് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് വിശ്വസ്തന്മാരെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്, അത് മറ്റൊരു വിഷയം. അപ്പൊ ശ്രദ്ധിച്ചാട്ട്, അപ്പൊ നമ്മൾ പുറമെ നോക്കുമ്പോൾ വൺ സെറ്റപ്പാണ്. പക്ഷെങ്കിൽ അവരുടെ മറ്റൊരു മുഖമാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്. മറ്റൊരു അവരുടെ അവസ്ഥയെ പറ്റിയാണ്. കാരണം പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശുദ്ധി തന്നെ ആയിരിക്കും. വിശുദ്ധനായ ദൈവമായതുകൊണ്ട് നിത്യതയായിരിക്കും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. വിശുദ്ധീകരണമായിരിക്കും ഏറ്റവും വലിയ വിഷയം. അവർക്ക് അത് വിട്ട് ശുശ്രൂഷിക്കാനോ അത് വിട്ട് ജീവിക്കാനോ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ഇത് മാറി, പരിശുദ്ധാത്മാവ് മാറി, ദുരാത്മാവ്, പൈശാചിക ആത്മാവ്, വഞ്ചനയുടെ ആത്മാവിനാൽ പിടിപെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ശക്തി അവരെ ബന്ധിച്ചു കളയും. അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോകും. തെറ്റാണെന്നറിയാം, ശരിയല്ലെന്നറിയാം. പക്ഷെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് ഈ ദുരാത്മാവായതുകൊണ്ട് സ്തോത്രം, അവരിൽ മറിഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവങ്ങളോട് ദൈവാത്മാവിടെ വെളിപ്പെടുത്തി തരികയാണ്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹശ്രദ്ധകൾ നിങ്ങളുള്ള വിരുന്ന് കഴിച്ച് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. സ്തോത്രം. ഈ വിരുന്നെന്ന് പറയുന്നത് വിഭവസമർത്ഥമായി ആസ്വദിക്കുന്ന ഒന്നാണ് വിരുന്നല്ലേ. എവിടെങ്കിലും വിരുന്ന് പോവുക, അല്ലെങ്കിൽ കല്യാണ സദ്യ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലാണ് ഒരു മോരും ചമ്മന്തിയും ഒരു അച്ചാറും ഒക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് പോകുന്നത്. അതേസമയം ഒരു കല്യാണത്തിനൊക്കെ പോവാന്ന് പറഞ്ഞാല് നമുക്ക് അറിയത്തില്ല എവിടം തൊട്ട് തുടങ്ങണമെന്ന്. കയറി ചെല്ലുമ്പം മുതൽ ഇപ്പം എനിക്കൊന്ന് ലൈവാ, തലേദിവസം മുതലേ ലൈവ് തട്ടുകടയും സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒക്കെ പോയപ്പം വൺ സെറ്റപ്പ് അവിടെ. സ്തോത്രം. ലൈവ് തട്ടുകട തലേദിവസമേ ഉണ്ട്. ദോശയും എണ്ണ പലഹാരങ്ങൾ, പിന്നെ ബിരിയാണിയുടെ പല ഐറ്റം. കല്യാണത്തിൽ ചെല്ലുമ്പോഴോ സ്തോത്രം, വെൽക്കം ഡ്രിങ്ക്സ് തൊട്ട് പിന്നെ നിരയായിട്ട് വെച്ചിരിക്കുകയാണ് ലൈവ് ഫുഡുകൾ. സത്യം പറഞ്ഞാൽ കഴിച്ച് മരിക്കാനായിട്ടാണ് പോകുന്നത്. വിരുന്നിന്റെ പ്രത്യേക വിഭവസമർത്ഥമായ ആഹാരം എവിടെ തൊട്ട് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം അറിയത്തില്ല. ആമാതിരിയാണ് ഇപ്പോഴത്തെ അത് കുറച്ചിട്ടുണ്ടെങ്കിൽ കടമെടുത്ത് ലോൺ എടുത്താണെങ്കിലും നാണക്കേടാണ് എന്തെങ്കിലും ഐറ്റം കുറച്ചാൽ. അതുകൊണ്ട് എന്ത് ചെയ്യും, ആൾക്കാർ പറയാതിരിക്കാനായിട്ട് ഉണ്ടെങ്കിലും ഇല്ലേലും ഇപ്പൊ അങ്ങ് പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഈ ഇപ്പം തന്നെ സ്തോത്രം വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ പിള്ളേർക്കറിയാം എല്ലാം ബ്രാൻഡഡ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഈ വിരുന്ന് പറയുമ്പോൾ ആ വിധത്തിൽ ആസ്വദിക്കുന്ന അനുഭവങ്ങളാണ്. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലാണ് ഇവിടെ സ്തോത്രം ഹല്ലേലൂയ എല്ലാ മേഖലകളിൽ സ്തോത്രം ഇവര് ഉണ്ട്, ഇവരുടെ സ്വാധീനങ്ങളുണ്ട്. ഇതിന്റെ അകത്ത് മറഞ്ഞു കിടക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ, ഒരുമിച്ച് ആനന്ദിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ, നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഇവർ വളരെ തന്ത്രപൂർവമായി അവരുടെ പദ്ധതിയിലോട്ട് ആകർഷ്ടരായി സ്തോത്രം അട്രാക്ട് ചെയ്ത് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു മേഖലകളും ഈ പറയപ്പെട്ട വ്യക്തികൾക്കുണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ വായിക്കുന്നത്. സ്തോത്രം ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ജഡത്തിന്റെ ഇമ്മോറാലിറ്റീസിനകത്ത് മുഴുവൻ ഇവർ കണക്റ്റഡ് ആണ്, ഇവർ ബന്ധിക്കപ്പെട്ടു പോകും. പുറമേ ആത്മീയതയുടെ ഒരു പരിവേഷമുണ്ടെങ്കിലും മറ്റൊരു വശത്ത് മനുഷ്യർക്ക് പുറത്തു പറയാൻ കഴിയാത്ത പല രഹസ്യ ബന്ധങ്ങൾ, രഹസ്യമായ പല പാപ വിഷയത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരാണ് ഈ വ്യക്തികൾ എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ഭാഷയല്ല, എൻ്റെ വേർഷനല്ല, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ അല്ലാത്ത ദൈവാത്മാവിനാൽ അല്ലാത്ത, ദൈവാത്മാവിന് കീഴടങ്ങാത്ത ഈ ഭോഷ്കിന്റെ ശുശ്രൂഷകന്മാർ, ദുരുപദേഷ്ടക്കന്മാർ, കള്ളപ്രവാചകന്മാർ വെറും ശുശ്രൂഷ മാത്രമല്ല, ഇവരുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു വശപ്പശക്, ഇങ്ങനെ ഒരു ഇരുട്ട് ഇരുണ്ട് നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരു ഫേസ് ഉണ്ടെന്നുള്ളതോട് വചനമാണ് പറയുന്നത്.
അത് പല ഭാഗങ്ങൾ, പല കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ 100% സത്യമാണ്. 100% ഈ വിഷയം നമ്മൾ പലത് കേൾക്കുമ്പോഴാണ് ദൈവമേ ഇങ്ങനൊക്കെ പറ്റുമോ. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ പരിശുദ്ധ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വകക്കാരുടെ ഉള്ളിൽ ഈ വിഷയങ്ങളെല്ലാം മറിഞ്ഞു കിടപ്പുണ്ട്. പരമാർത്ഥികളായവര് വിടുതൽ കിട്ടാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ, ശാപം പൊട്ടിക്കാൻ ആമിശ്വത ഓടിച്ചെല്ലുന്നത് അവർക്കറിയത്തില്ല, അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ട് ഈ വിധത്തിലുള്ള വിഷയങ്ങൾ ഇവരുടെ അകത്തുണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം, ആമീൻ, സ്തോത്രം. അപ്പോൾ അവർക്ക് ഈ ഭൂമിയിലെ ജഡത്തിന്റെ സന്തോഷം അവർക്ക് ലക്ഷറിയാണ്, അവർക്ക് തൃപ്തി വരത്തില്ല. ആ മദ്യപിക്കുന്ന ശുശ്രൂഷകന്മാരുള്ള ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം, അമീൻ, ഹല്ലേലൂയ. ഈ ഗാംബിളിങ്, ഈ ചൂതാട്ടം, ഈ ചീട്ടുകളി പോലെ പല പരിപാടിക്കകത്ത് പോകുന്നവരുണ്ട്. വണ്ടിക്കച്ചവടവും പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയും എന്ന് വേണ്ട എല്ലാ കേസുകളുടെ പേരെന്താണ്? ആ പേരങ്ങ് മാറ്റി വെച്ചിട്ട് അവങ്ങ് പോങ്ങി കുഴപ്പമില്ല. ടൈറ്റില് പാസ്റ്റർ എന്നും പ്രോഫറ്റ് എന്നും അപ്പോസ്റ്റൽ എന്നൊക്കെ. പക്ഷെ ഇടപാടുകൾ സ്തോത്രം, ഹല്ലേലൂയ, ബിനാമി തൊട്ട് എല്ലാ വകുപ്പും അറിയലുണ്ട്. അവരാരും ചെറിയ വണ്ടിയിൽ അവർക്ക് കയറാൻ പറ്റത്തില്ല, ചെറിയ ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, വൺ സെറ്റപ്പിലാണ് നടക്കുന്നത്. എന്തിൻ്റെ പേരില്ല? കാരണം അവർക്ക് അവരെ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അവസാനം എന്തെന്ന് പറയാം, ഇവർക്ക് തൃപ്തിയില്ലാതെ ഇവർ വേറൊരു പരുവത്തിലോട്ട് പോകും. ആ ചട്ടം അവരെ കൺട്രോൾ ചെയ്യുകയാണ്. എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ, എൻജോയ് ചെയ്യാൻ പറ്റുമോ, അതാണ് അവരുടെ ആഗ്രഹം. ആ വിധത്തിലോട്ട് കാര്യങ്ങൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാത്ത പാവം വിശ്വാസികൾ, പാവം പിടിച്ചവർ, ഇവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ലാത്ത സ്തോത്രം, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങൾ നടന്നില്ലെങ്കിലും, അല്ലേ, വലിയ വീര്യപ്രവൃത്തിയൊന്നും ഉണ്ടായില്ലെങ്കിലും ദൈവാത്മാവിൻ്റെ അല്ലാത്ത ഒരു പരിപാടി നടക്കരുത്. സൗഖ്യമായ ദൈവാത്മാവിൻ്റെ, ഒരു ഭൂതവളയ ദൈവാത്മാവിൻ്റെ, ഒരു അത്ഭുതം നടന്ന ദൈവാത്മാവിൻ്റെ, എനിക്ക് ഒന്നുമില്ലേലും പൈശാചികന്റെ ഒരു പരിപാടി, ഒരു ഐറ്റവും സഭയ്ക്കകത്ത് വെളിപ്പെടരുത്, കയറരുത്, നമ്മുടെ ഒരു കുടുംബത്തിനകത്തും സംഭവിക്കരുത്. ദൈവം വിശ്വസ്തനാണ്, വിടിവിക്കേണ്ട. കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ദൈവത്തിന്റെ റൈറ്റ് ടൈം ആകുമ്പോൾ ദൈവം ഇടപെട്ടിരിക്കും. എന്തിനാ? വേണ്ടി വന്നാൽ ഈ കഴുതയെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിച്ചില്ലേ, ഇനി ഒരു അയക്കാൻ ഗുണമുള്ള ഒരുത്തനുമില്ലെങ്കിലും അവർ ഒരു മൃഗത്തെ ഉപയോഗിച്ചിട്ടാണേലും സംസാരിക്കാൻ ദൈവം വിശ്വസ്തൻ. എന്നാലും കള്ളപ്രവാചകന്റെ ദുരുപദേഷ്ടകന്റെ പുറകെ എന്ത് ചെയ്യില്ലേ? ഞാൻ പറഞ്ഞത് ഏത് സെൻസിലാണ് നിങ്ങൾ മനസ്സിലാക്കിയോ? അമിഷ്ടത ദൂരം വന്ന് മുന്നിൽ നിൽക്കുക. ഈ പുള്ളിക്ക് പിടികിട്ടുന്നില്ല. കഴുത കൊടഞ്ഞ് ഇവനെ മൂളിരുന്നവനെ അടിച്ച് താഴെ കിട്ടും. അവൻ കിടന്ന് കഴുതക്കിട്ട് അടിക്കുക. അവസാനം കർത്താവിന് മനസ്സിലായി, ഇപ്പം ഏലിയാവിനെയോ പ്രവാചകനെ വിട്ടിട്ട് കാര്യമില്ല. നോക്കിയപ്പോൾ കഴുതയും കഴുത. ദൈവം വായങ്ങ് തുറന്നു. ഒരു 2 മിനിറ്റത്തേക്ക് പുള്ളി ഒരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. ഒരു പാസ്റ്റർമാരും പ്രസംഗിക്കാത്ത പോലെ വലിയ പ്രവാചകനെ മുഖത്ത് നോക്കി എന്ത് ചെയ്തു? അപ്പോൾ വേണ്ടി വന്നാൽ സ്തോത്രം, ഒരു വ്യക്തിയും ഇല്ലെങ്കിലും ചിലത് നിങ്ങൾ ഇങ്ങനെ കേട്ടാലേ മനസ്സിലാകത്തുള്ളെങ്കിൽ അതിനെ പറ്റി ആളിനെ ദൈവം എന്ത് ചെയ്യും? ഉപയോഗിക്കും. എന്നാലും എവിടോട്ട് പോരെന്നായി പറയുന്നേ? ദുരുപദേഷ്ടക്കന്മാർ, കള്ളപ്രവാചകന്മാരുടെ കുരുക്കിലും കുടുങ്ങിലും എന്ത് ചെയ്യല്ലേ? പോകരുത്. നിങ്ങൾക്കുള്ള ആലോചന ദൈവം തന്നിരിക്കും. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങളത് വിശ്വസിക്കണം. എനിക്കുള്ള നമുക്കാണ് സമാധാനമില്ല. ദൂത് കേട്ടില്ലേ, ഒരു തൃപ്തി വരത്തില്ല. അപ്പൊ പോട്ടെ, ഞാൻ ആ ഭാഗത്തോട്ട് പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചാട്ട്, അപ്പോൾ ഇവരുടെ പ്രത്യേകത, അവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകൾ നിങ്ങളുടെ കൂടെ വിരുന്ന് കഴിച്ച് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. നമുക്ക് തന്നെ അറിയത്തില്ല ഈ വിശുദ്ധന്മാരാരാ, അശുദ്ധന്മാരാരാ. എല്ലാം നോക്കുമ്പോൾ ഗ്ലോറി, പ്രൈസലോട്, രക്തജയം എല്ലാം നല്ലതായിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ അകത്തുള്ള ഐറ്റം ഏതാണ്? നമുക്കാർക്കും ഇത് കൂട്ടത്തിനകത്താ, പുറത്താൽ ഇതെല്ലാം ഇപ്പൊ എവിടാ?
ഇതെല്ലാം അകത്ത് ഒന്നിച്ചാണിത്. പ്രാർത്ഥിച്ചോണം. ദൈവഹിതമല്ലാത്ത, അശുദ്ധിയുടെ ആത്മാവുള്ള, മലിനതയുടെ ആത്മാവുള്ള ഒറ്റ ഒന്നും ദൈവസഭയ്ക്കകത്ത് കയറരുത്. ബാക്കിയോടെ കലങ്ങിപ്പോകും. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥ മാനസാന്തരം കർത്താവ് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. സ്തോത്രം. സഭ വിശുദ്ധമാണ്, സഭ ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ഇവിടെ വിശുദ്ധ ആരാധനയാണ് നടക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും സ്തോത്രം ഹല്ലേലൂയ അവസരം കിട്ടുമ്പോൾ പാപത്തെ സ്നേഹിച്ച്, ലോകത്തെ സ്നേഹിച്ച്, ദൈവഹിതമല്ലാത്ത, ദൈവം വെറുക്കുന്നതിനെ ഒക്കെ ഏറ്റെടുത്ത് ഹൃദയത്തിനകത്ത് താലോലിച്ചിട്ട് പുറമെ ബ്രദറും സിസ്റ്ററും പ്രാർത്ഥന അഭിഷേകവും അകത്ത് കളങ്കവും കറകളുമായിട്ട് കിടന്നാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അവിടെ സഭയെ വിശുദ്ധീകരിക്കണം. എന്നും പ്രാർത്ഥിച്ചോണം. അശുദ്ധമായതൊന്നും സഭയ്ക്കകത്ത് സംഭവിക്കരുത്. സഭ വേലി കെട്ടിയ തോട്ടമാണ്. ശക്തമായി എല്ലാവർക്കും എങ്ങനെ പോകുന്നവർക്ക് കയറി ഇറങ്ങുന്ന ഇടമല്ല സഭ. സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഇതിനകത്ത് പണിയപ്പെടണം, ഒരുക്കപ്പെടണം, മാനസാന്തരപ്പെടണം. അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് കാര്യമില്ല. ദൈവം തെരഞ്ഞെടുക്കുന്നവരെ കർത്താവ് നൽകി തരാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ഈ വിധത്തിലാണ് അവരുടെ പോക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗം വായിക്കുമ്പോൾ കാണുന്നത് 14-ാമത്തെ വാക്യം കാണുന്നത്, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യോ. ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. എത്ര വ്യക്തമായിട്ടാണ് ഓരോ കാര്യം എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അയ്യേന്ന് വെക്കും. ഇതൊക്കെ അവയെ പറയാൻ പറ്റുമോ? ഇതൊക്കെ ബൈബിൾ സ്റ്റഡിക്ക് പറയാൻ പറ്റുമോ? ഇതിപ്പോ ഇനി എവിടാ പറയണ്ടേ? ഇത് ദൈവമക്കളെ മനസ്സിലാക്കിയത് അയ്യ വെക്കേണ്ട കാര്യമല്ല. സ്തോത്രം. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെന്നറിയാമോ? എത്രയോ കുടുംബങ്ങൾ. അമേരിക്കയില് സ്തോത്രം കഴിഞ്ഞ ദിവസം എന്റെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ട്. അവര് പറഞ്ഞു, ഒറ്റ വീട്ടിൽ ഇപ്പം നാട്ടിൽ ഒരു പാസ്റ്റർമാരെ താമസിപ്പിക്കത്തില്ലെന്ന് തീരുമാനം എടുത്തു. എത്ര ഹൃദയമുള്ളതാണേലും താമസിപ്പിക്കത്തില്ല. മറ്റൊക്കെ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇപ്പം എല്ലാവരും തീരുമാനം എടുത്തു. കാരണം ആ വിധത്തിലുള്ള വിഷയങ്ങൾ ഭവനങ്ങളിൽ സംഭവിക്കാൻ തുടങ്ങി. കുടുംബബന്ധങ്ങൾ തകർന്നു പോയ വിഷയം പറയാനിടയായി തീർന്നു. പാസ്റ്ററാണ്, ശുശ്രൂഷകനാണ്, അങ്ങേയറ്റം ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തത്. പക്ഷെങ്കിൽ അകത്ത് വേറൊരു സംഭവമായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മൾ ചില കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് അത്രയും പിടികിട്ടത്തില്ല. പ്രാർത്ഥിച്ചോണം. ജീവിതത്തിന്റെ അവസാനം വരെ ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടാത്ത, ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയുമായി, അത് ശുശ്രൂഷകൻ മാത്രമല്ല, ഒരു വ്യക്തിയുമായി കണക്റ്റഡ് ആകരുത്. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. നിങ്ങൾക്ക് ആരും വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരു നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്കൊരു ദൂത് അറിയേണ്ട സമയമാണെങ്കിൽ ആരെങ്കിലും ദൈവം അയക്കും. നമ്മൾ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ധ്യാനിച്ചില്ലേ, കൊർന്നല്യോസിന്റെ അടുത്ത ഫേസിലോട്ട് കൂടെ ടൈമായി. കൊർന്നല്യോസിന് ശുശ്രൂഷകന്മാരെ പറ്റി അറിയത്തില്ല, എന്താ സംഭവിച്ചതിനെ പറ്റി അറിയത്തില്ല. സ്തോത്രം. യെരൂശലേമിൽ എത്ര അപ്പോസ്തലന്മാർ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ദൂതൻ പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ, പത്രോസിന് ഭവനം കാണിച്ചു കൊടുത്തില്ലേ, പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നില്ലേ. ഈ കർത്താവ് ഇന്ന് ജീവിക്കുന്നത് വളരാൻ നിങ്ങൾക്ക് ഒരുക്കമാണെങ്കിൽ, കൃപയിൽ നിൽക്കുന്നത് താല്പര്യപ്പെട്ടാൽ, നിങ്ങൾക്ക് ഒരു മനുഷ്യരെ ഉപയോഗിച്ച് ചില ദൂതുകൾ നിങ്ങൾ പങ്കുവെക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരയ്ക്കകത്ത് വന്നിരിക്കും, നിങ്ങളെ വിളിച്ചിരിക്കും, നിങ്ങളോട് സംസാരിച്ചിരിക്കും. യാതൊരു സംശയം. എന്നാലും നമ്മൾ ദൈവഹിതമല്ലാത്തവരുമായി കണക്റ്റഡ് ആകരുത്. ഇതാണ് വളരെ പ്രാർത്ഥിക്കണം. നമ്മളിത് പറയുമ്പോൾ തോന്നും, പക്ഷെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും പറയണം. കർത്താവേ, എൻ്റെ പെരയ്ക്കകത്ത്, എൻ്റെ ഭവനത്തിൽ, ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരിക്കലും പുറമെയുള്ള എന്തെങ്കിലും കണ്ട്
ആമേൻ സ്തോത്രം കണക്റ്റഡ് ആകരുത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആ വിധത്തിൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊരു വിഷയമാണ്. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ. ഇവരാരാ? പുറത്താരായിട്ട് അറിയപ്പെടുന്ന ശുശ്രൂഷകന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ശക്തനാണ്, ആമേൻ സ്തോത്രം ഭയങ്കരമാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ മനുഷ്യർക്കാർക്കും അറിയാത്ത ഒന്ന് ദൈവാത്മാവിനെ എഴുതി വെച്ചിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഇവർക്ക് ആത്മാക്കളെ കണ്ടല്ല അവർക്ക് തൃപ്തിപ്പെടുന്നത്, ആത്മാക്കളെ കണ്ടല്ല അവർ രസിക്കുന്നത്. പാപത്തിന്റെ കണ്ണുകൾ, പാപം കാണാൻ, ആ വിധത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെടുവാൻ, ആ നിലയിൽ പോകുവാൻ അവരുടെ ജഡത്തിന്റെ അകത്ത് ഭയങ്കര ആഗ്രഹമാണ്. ആരെ കണ്ടാലും അവരുടെ ആഗ്രഹം ഈ വിധത്തിലാണ്. വല്ലാത്ത ഡേഞ്ചറാണ് കേട്ടോ, വല്ലാത്ത ഡേഞ്ചറാണ് ഈ സിറ്റുവേഷനൊക്കെ. ആരെ കണ്ടാലും അവരുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമാണ്. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അനാവശ്യമായ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയത്തില്ല എന്തൊക്കെ സംഭവിക്കാൻ പോകുക. കയറരുത്. ഹല്ലേലൂയ. ദൂതൊക്കെ കുറച്ച് കേട്ടാൽ മതി എന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ബാക്കിയൊക്കെ കൈകാര്യം ചെയ്തോളൂ. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുപോലെ മുളച്ചോണ്ടിരിക്കുക. വിശ്വാസികളെക്കാൾ കൂടുതൽ ഇപ്പം ശുശ്രൂഷകന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഭക്തന്മാരുണ്ട് കേട്ടോ, വിശുദ്ധന്മാരുണ്ട്, പ്രമാണത്തിലൂടെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവരെ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ഇവരിങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുക. ഇവർക്ക് തൃപ്തി വരുന്നില്ല. വചനം വായിച്ചിട്ടല്ല, ആരാധിച്ചിട്ടല്ല, ശുശ്രൂഷിച്ചിട്ടല്ല, പാപത്തിന്റെ ബന്ധനത്തിലാണ്. പക്ഷെ പുറത്തെങ്ങനെയാണ്? ശുശ്രൂഷ, വിടുതൽ, അത്ഭുതം, രോഗശാന്തി ഭയങ്കരമാണ്. പക്ഷെങ്കിൽ മറുവശത്ത് ജനം കാണാത്ത, പാവപ്പെട്ട വിശ്വാസി കാണാത്ത, ദൈവാസനെ, ദൈവഭക്തനെ എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടക്കുന്ന സാധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മറ്റൊരു ഫേസ് ഉണ്ട്. ഞാനിത് പറയുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കെന്ന് പറയരുത്. കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ, ദൈവാത്മാവിന്റെ അല്ലാത്ത ശുശ്രൂഷ ചെയ്ത് ഇവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ എല്ലാ പാസ്റ്റർമാരുടെയും പ്രവാചകന്മാരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവാത്മാവിന്റെ അല്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമല്ലാത്ത അവരുടെ കാര്യം ഈ പറയുന്നത്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഡിസേർണിംഗ് സ്പിരിറ്റിലൂടെ നിങ്ങൾ തിരിച്ചറിയുകയാണ് ശരിയല്ലെന്ന്. ദൈവാത്മാവ് ബോധ്യം വരുത്തിയാൽ അന്നേരെ കട്ട് ചെയ്തോണം ആ പരിപാടി, അന്നേരെ കട്ട് ചെയ്തോണം. സിമ്പതി വെച്ചോണ്ടിരിക്കരുത്. ബോധ്യപ്പെടുന്ന വിഷയമാണെങ്കിൽ, ദൈവാത്മാവിലല്ല, ശരിയല്ലെന്ന് കർത്താവ് ബോധ്യപ്പെടുത്തിയാൽ അന്നേരം ആ കണക്ഷൻ കട്ട് ചെയ്തോണം. അവിടെ വിവേചിച്ചോണം, എല്ലാ ദിവസവും വിവേചിച്ചോണം, പ്രാർത്ഥിച്ചോണം. എങ്കിൽ മാത്രമേ നമുക്ക് നിന്നു പോകാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. ആമേൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഈ വിധത്തിലാണ് അവർക്ക് പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ. അത് 2-3 അർത്ഥത്തിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ തന്നെ ചിന്താമണ്ഡല ഹൃദയങ്ങളിൽ നേരിട്ട് ഈ പറയുന്ന പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ ഹൃദയത്തിനകത്ത് കണ്ടാസ്വദിക്കുന്ന, തൃപ്തിപ്പെടുന്നില്ല. അവർക്ക് കർത്താവിന്റെ വരവോ അല്ലെങ്കിൽ ദൈവിക വിഷയമോ ഒന്നും ചിന്തിക്കാനും ധ്യാനിക്കാനൊന്നും സമയമില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പാപത്തിന്റെ ചിന്തകൾ കണ്ട് രസിക്കുന്നു. ആരെങ്കിലും പറയുമോ പ്രാർത്ഥിക്കണേ ഇനി ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്ന്? ആരും പറയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എല്ലാം പൊളിച്ചങ്ങ് എഴുതി വെച്ചിരിക്കുക ഇതൊക്കെ ഉണ്ടെന്ന്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവല്ല അവരെ നിയന്ത്രിക്കുന്നത്. ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ. അതുകൊണ്ടൊക്കെയാ മാന്യവും മര്യാദയ്ക്കൊക്കെ നടക്കണം, ജീവിക്കണം ഒക്കെ പറയുന്നതിന്റെ കാര്യം ഇങ്ങനത്തെ കണ്ണുകളാണ് ഈ ഭൂമിയിൽ.
അപ്പോൾ ഈ അകത്ത് ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ്, പ്രവാചകൻ എന്ന് പറഞ്ഞ്, അപ്പോസ്തലന്മാരെന്ന് പറയുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ശരിക്കും ലോകത്തിൽ പാപത്തിൽ കിടക്കുന്നവന്റെ അന്തരീക്ഷം എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ച്. ഇത് വചനം അറിയുന്നവരുടെ കാര്യം പറയുന്നത്, മനസ്സിലായോ? വചനം അറിയുന്നവരുടെ, അമിസ്വത്രം വിശ്വാസി എന്ന് പറയുന്നവരുടെ, പാസ്റ്റർ എന്ന് പറയുന്നവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ശരിക്കും ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പൈശാചികമായ ലോകത്തിന്റെ പാപത്തിന്റെ ആ ബന്ധനത്തിൽ കിടക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? ഏത് വിധത്തിലായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഏത് വിധത്തിലായിരിക്കും അവര് ആഗ്രഹിക്കുന്നത്? ഏത് വിധത്തിലായിരിക്കും ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ പോകുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ അവിശ്വത്രം കുഞ്ഞുങ്ങളായിക്കോട്ടെ, ആരോഗ്യക്കേണ്ട മാനവും മര്യാദയ്ക്ക് ഒരുങ്ങണമെന്നും നടക്കണമെന്നും, സുബോധത്തോടുകൂടെ ലജ്ജാശീലത്തോടുകൂടെ ഒക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ നമ്മളെ തല്ലാൻ വരും. അവർക്ക് മനസ്സിലാകത്തില്ല, തലേ കയറത്തില്ല. കാരണം നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലുള്ള കണ്ണുകളുള്ള, ദുഷ്ട കണ്ണുകളുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അവരുടെ മുമ്പിലോട്ട് നിന്ന് കൊടുക്കരുത്. അവർ മുൻപിലോട്ട് ഒരു അമിസ്തോത്രം, ഒരു എന്താ പറയേണ്ടത്, ആ വിധത്തിൽ നിങ്ങൾ പോകരുത്. ദൈവം നേരത്തെ ഞാൻ സഭായോഗത്തിന് ഒന്നുകൂടെ പറയാം, ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളായിട്ട് അമിസ്തോത്രലൂയ മറ്റൊരു വിധത്തിലോട്ട് ഒരാളുടെ കണ്ണിൽ അവൻ ആകർഷിക്കത്തക്ക രീതിയിൽ, അവൻ പാപം ചിന്തിക്കത്തക്ക രീതിയിൽ, ആ വിധത്തിൽ അവൻ ചിന്തിച്ച് രസിക്കത്തക്ക രീതിയിൽ അണിഞ്ഞൊരുങ്ങി നിന്ന് കൊടുക്കരുത്. എനിക്ക് ഇത്രയൊക്കെ അമിസ്തോത്രം മാന്യമായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. പറഞ്ഞു പോയ ചിലപ്പോൾ ഞാൻ പറഞ്ഞങ്ങ് പോകും, പിന്നെ അത് ബുദ്ധിമുട്ടാകരുതെന്നും കൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് ഇങ്ങനെ അങ്ങ് പറയുക. അതുകൊണ്ട് ദൈവമക്കള്, പെൺകുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷെങ്കിൽ ലോകത്തിന്റെ അന്തരീക്ഷം അങ്ങനെയാണ്. ഓരോ ദിവസവും എരകളെ നോക്കിയിരിക്കുക, അവർക്കൊന്ന് രസിക്കാൻ, അവർക്കൊന്ന് സന്തോഷിക്കാൻ. ഇതാണ് ഈ ലോകത്തിന്റെ സിസ്റ്റം. അപ്പോൾ ഓർത്ത് നോക്കിയേ, അകത്തുള്ളവന്റെ അകത്ത് ഇതാണെങ്കിൽ പാപത്തിനകത്ത് കിടക്കുന്ന അവസ്ഥ എന്തായിരിക്കും? അയ്യോ, എൻ്റെ പൊന്നു ദൈവമക്കളെ, ഓരോ ദിവസവും കർത്താവ് കൃപയിൽ മറയ്ക്കുന്നത് ഓർത്ത് കര ഉയർത്ത് സ്വോത്രം ചെയ്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് സൂക്ഷിക്കുന്നവർക്ക് ഒന്ന് സ്വോത്രം ചെയ്ത്, ഈ അന്ധകാരത്തിന്റെ പാപത്തിന്റെ അകത്തൂടെ പോയി വരുന്നത് കർത്താവിന്റെ ദൈവം തന്റെ രക്തം കൊണ്ട് മറയ്ക്കുന്നത്, തന്റെ ശക്തിയാൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കേടുവരാതെ, കോട്ടം വരാതെ, അത് പാപത്തിന്റെ കരങ്ങൾ, കണ്ണുകൾ കുടുങ്ങിപ്പോകാതെ സ്വർഗം സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാ കേട്ടോ. വളരെ പ്രാർത്ഥിച്ചു വേണം നമ്മൾ നടക്കുക. ഒന്നും അറിയാത്തവരെ പോലെ അങ്ങ് നടക്കരുത്. ശാഠ്യവും വാശിയും ഒന്നും വെക്കരുത്. പദത്തിന്റെ ആഴം മനസ്സിലാക്കി ഈ കാലഘട്ടം ഞാൻ സഞ്ചരിക്കുന്ന പാതകൾ, എന്നെ കാണുന്ന, എന്നെ നോക്കുന്നവർ എല്ലാം വിശുദ്ധന്മാരല്ല. ആ ബോധ്യത്തോടെ വേണം നമ്മൾ നിയന്ത്രിക്കപ്പെടാനും നമ്മൾ ആ നിലയിൽ ജീവിപ്പാനും ഇടയായിത്തീരേണ്ടത്. സമയം ഓടിപ്പോകുന്നല്ലോ. അപ്പോൾ ഈ അണ്ണന്മാരുടെ പ്രത്യേകത, ഇവർക്ക് തൃപ്തിയില്ല. ജഡത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു വശത്ത് ഒരു ഫേസ് എന്ന് പറയുന്നത് വചനം കൊണ്ട് സൂക്ഷിക്കുന്നു, സഭ നടത്തുന്നു, അവൻ പല പരിപാടികളുണ്ടെങ്കിലും മറുവശത്ത് ഇങ്ങനെ ഒരു വിഷയം, ഇത് ബന്ധനമായി, കുരുക്കായി സഭയിൽ, കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് പത്രോസ് അപ്പോസ്തലൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഇത്രയും പൊളിച്ച്, ഇത്രയും തുറന്ന് ഈ വിഷയം എഴുതി വെക്കുന്നത്, ഇല്ലയോ? ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. നിങ്ങളെ വായിച്ച് നമുക്ക് സമയം പോകുന്നല്ലോ. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവനും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം, ഭയങ്കര ട്രെയിനിങ്. ഇത് ഒരു കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഇല്ല ഇങ്ങനത്തെ ഒരു കോഴ്സ്. ദ്രവ്യാഗ്രഹത്തിന് ട്രെയിനിങ് ഉള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവരുടെ ഇതിനൊക്കെ എക്സ്പെർട്ടാ ഈ ഒരു കാര്യത്തിനകത്ത്. ഇവരാരെയാ വശീകരിക്കുന്നത്? സ്ഥിരതയില്ലാത്തവർ. ഈ ആഴ്ച ഭയങ്കര കൃപ അഭിഷേകമായിരിക്കും, അടുത്ത ആഴ്ച തീർന്നു. പിന്നെ 2 ആഴ്ച വീണ്ടും ഗ്ലോറി രക്തം ചെയ്യാൻ പറയും. പിന്നെ 3-ാമത്തെ ആഴ്ച സ്ഥിരതയില്ലാത്തവർ, ഉറപ്പില്ലാത്തവർ.
ക്ഷീണിച്ചിരിക്കുമ്പോൾ അത് വരുന്നു, ഭയങ്കര വിടുതല. എന്നാ പോയേക്കാം, ഒറ്റ പോക്ക്, സ്ഥിരതയില്ല. ആടി ആടി ഉപദേശത്തിന് കാച്ചിന് ആടി ഉലയുന്ന ശിശുക്കൾ, ഈ പരുവക്കാരെ പെട്ടെന്ന് എന്ത് ചെയ്യും? വശീകരിക്കും. എന്നെ പൊന്നു, നിങ്ങൾ ഇത്ര നാൾ ഇവിടെ വല്ല വിടുതലുണ്ടോ, വല്ല മാറ്റമുണ്ടോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാൻ പറയും. നമ്മളാണെ കേൾക്കാനിരിക്കുക. അന്നേരം പറയും ശരിയല്ലേ, ഇവിടെ ചുമ്മാ എന്തിനും എപ്പോഴും മാനസാന്തരം രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, അവൈലബിൾ ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുക. 2025 ഇവിടെ വിഷയങ്ങളൊന്നും വിടുവിക്കപ്പെടുന്നില്ല, ജോലി കിട്ടുന്നില്ല, വിടുതല കിട്ടുന്നില്ല, അവൈലബിൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അവൈലബിൾ ആണ്, അതുമല്ല. പിന്നെ പോയേക്കാലം പറഞ്ഞ് നമ്മളെ ചീത്ത വിളിച്ച് എന്ത് ചെയ്യും? പോകുന്നവരാരും നല്ലത് പറഞ്ഞിട്ട് പോകത്തില്ല, പോകത്തില്ല. പോകുന്നവരെല്ലാം എന്ത് ചെയ്യും? 2 ചീത്തകളെ വിളിച്ച് അത് വേണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യത്തുള്ളൂ. പണ്ട് നമ്മുടെ വേണ്ട പറയുന്നില്ല പോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സാരം, ഈ ആടി ഒലഞ്ഞു നിൽക്കുന്നവർ ഇവരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? വശീകരിക്കാൻ പറ്റും. അവർ വീണു പോകും. എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, വീടല്ലേ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കർത്താവ് നമ്മളെ ഓർക്കും, കർത്താവ് നമ്മളെ ആദരിക്കും, നിങ്ങളെ ദൈവം വിടുവിക്കും, നിങ്ങളുടെ ഭവനത്തെ കർത്താവ് സഹായിക്കും. ഷോർട്ട് കട്ടിനൊന്നും പോകണ്ട, നിങ്ങൾ ആരും ധൃതി വെക്കണ്ട. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് കുഞ്ഞ നീ താനിരിക്കുക. അല്പം താമസിച്ചാലും കുടുക്കിൽ ചെന്ന് പെടരുത്. അതുകൊണ്ട് ഈ രാത്രി കാലം ബാക്കി നമുക്ക് നാളെ പതുക്കെ ധ്യാനിച്ചാൽ മതി, ധൃതിയൊന്നുമില്ല നമുക്ക്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവാത്മാവിന്റെ അല്ലാത്ത ഒന്നുമായി കണക്റ്റഡ് ആകരുത് എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളൊന്ന് കണ്ണുകളടച്ച്. ആ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, പുറമെയുള്ള വചനമോ ശുശ്രൂഷയല്ല, അതിനേക്കാളും അപകടം നിറഞ്ഞ പല ഐറ്റം ഇവരുടെ കയ്യിലുണ്ട്. അതിൽ നാം കുടുങ്ങിപ്പോകും, അതിൽ നാം കുരുങ്ങിപ്പോകും. അതിന്റെ സ്വാധീനങ്ങൾ, അതിന്റെ തിക്ത അനുഭവങ്ങൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അനേക കുടുംബങ്ങൾ, സന്തോഷമായി പോയ അനേക കുടുംബ ബന്ധങ്ങൾ തകർന്നു. വിശ്വസിച്ചത് കൊണ്ട്, ബഹുമാനിച്ചത് കൊണ്ട്, അംഗീകരിച്ചത് കൊണ്ട്, ഒന്ന് വിശ്രമിക്കാൻ അവസരം കൊടുത്തത് കൊണ്ട്. ഞായറാഴ്ച കണ്ട സഭയിൽ കണ്ട ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെളിപ്പെട്ട ദൂതിന്റെ ആളിനെ അല്ല, മറ്റൊരു തലം കണ്ടു. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പത്രോസിലൂടെ പരിശുദ്ധ വ്യക്തമായി എഴുതി വെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഹല്ലേലൂയ. ഈ വിധത്തിലുള്ള ഒരു അപകടം ജീവിതയാത്രയിൽ ഉണ്ടാകരുത്. നമ്മുടെ ദൈവസഭകളിൽ സംഭവിക്കരുത്, നമ്മുടെ ഒരു കുടുംബങ്ങളിലും സംഭവിക്കരുത്. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ അല്ലാത്ത ഒന്നുമായി കണക്റ്റഡ് ആകരുത്. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഈ പൈശാചിക വ്യാപാരങ്ങളെ കർത്താവ് ബന്ധിക്കട്ടെ, ദുരാത്മശക്തികളെ കർത്താവ് ശാസിക്കട്ടെ. അതിന്റെ ഒരു സ്വാധീനങ്ങളും നമ്മുടെ ഒരു കുടുംബങ്ങളെ, തലമുറകളെ തുടരുത്. പരമാർത്ഥികളെ, സാധുക്കളെ വഞ്ചിച്ച് കളയുന്ന, അവ തെറ്റിദ്ധരിപ്പിച്ച് കളയുന്ന, വശീകരിച്ച് കളയുന്ന ഈ ദുർവ്യാപാര ശക്തികളുടെ മേൽ ഇന്ന് രാത്രികാലം ആത്മാവിൽ ജയമെടുക്കുകയാണ്. സഭയെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യട്ടെ, നമ്മുടെ തലമുറകളെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യട്ടെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യട്ടെ. യഥാർത്ഥ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ഡിസേണിംഗ് സ്പിരിറ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ തിരിച്ചറിയാൻ വിവേചിപ്പുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകരട്ടെ. ആരാലും വഞ്ചിക്കപ്പെട്ടു പോകാതെ, ആരാലും ബന്ധിക്കപ്പെട്ടു പോകാതെ, അന്ത്യവരെയും വിശുദ്ധിയോട്, ദൈവകൃപയോടെ, ദൈവാലോചന അല്ലാത്ത ഒരാലോചന കേൾപ്പാൻ കർത്താവേ നീ ഞങ്ങളെ ഇടയാക്കരുത്. ദൈവം അപ്പോയിന്റ് ചെയ്യാത്ത ഒരു വ്യക്തിയുമായി കണക്റ്റഡ് ആകാൻ കർത്താവേ നീ ഇടയാക്കരുത്. സ്വർഗപിതാവേ, ഒരുമിച്ച് രാത്രികാലം ഈ ദൂതുകളുടെയൊക്കെ മുൻപിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ അപ്പാ, തിരിച്ചറിയുള്ള കൃപ തരണമേ അപ്പാ. കർത്താവേ, പുറമെയുള്ള കണ്ട് കേട്ട് വഞ്ചിക്കപ്പെട്ടു പോകുവാൻ എന്റെ ദൈവമേ നീ ഇടയാക്കല്ലേ. പരമാർത്ഥികളാണപ്പാ, സാധുക്കളാണ്. വിടുതലിന് വേണ്ടി, ഒരു അത്ഭുതത്തിന് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി അറിയാതെ ഹൃദയം അവർ വഞ്ചിച്ച് കളയുമ്പോൾ കർത്താവേ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ വിധത്തിലുള്ള എല്ലാ ഈവിൾ അറ്റാക്കുകളിൽ നിന്നും സഭയെ വിടുവിക്കണം. ഒരു കുടുംബത്തിനകത്ത് പോലും ദൈവം അയക്കാത്ത ഒരു വ്യക്തി കയറരുത്, ദൈവഹിതമല്ലാത്തൊരു ദൂത് വെളിപ്പെടരുതെന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദൈവസഭയെ ശുദ്ധീകരിക്കുക, ഒരു അശുദ്ധിക്ക് കൂട്ടുനിൽപ്പാൻ, ഒരു അമിത പാപത്തിന്റെ കർത്താവേ ആ തലത്തിലോട്ട് പോകുവാൻ ഇടയാകരുത്. നിന്റെ ജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ, വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. കൃപയിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് അകലുവാൻ ഇടയാകരുത്. ആത്മാവ് ഞങ്ങളെ സൂക്ഷിക്കും, നിലനിർത്തും. മഹത്വം എടുക്കുകയാണ് നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.